പറടാ. ആശാനെ, ഷാലിമാർ സ്റ്റേഷൻ വിട്ടു. 2 ട്രെയിനിന്റെ ടിക്കറ്റിന്റെ കാശ് പോയി. ഇനി എന്താ വേണ്ട ആശാനെ? ഷാലി, എന്താ? അതും പോയി. എല്ലാം തകർന്നു. എന്റെ കുടുംബശ്രീയുടെ സ്വപ്നങ്ങൾ, ഞങ്ങളുടെ ഇത്രയും കാലത്തെ സ്വപ്നവും അധ്വാനവും മുന്നിട്ടുള്ള ജീവിതം എല്ലാം തകർന്നു. എടോ, കരയാതിരിക്കേ. എടോ, നമുക്കൊരു അവസാന ശ്രമം കൂടി നടത്തി നോക്കാം. ഒരു വഴിയുണ്ട് ഇനി. ഇതൊന്ന് നോക്കിയേ. പറയൂ വിശ്വാസനെ. എടാ മണി, നിങ്ങളുടെ ട്രാവലിംഗ് കമ്പനിയുടെ നാഗർകോവിൽ ബസ്സില്ലേ, അത് പുറപ്പെട്ടോ? വണ്ടി എടുക്കാൻ പോവാ അച്ഛനെ. ഡ്രൈവർ വണ്ടി കയറി. അതാ റെയിൽവേ സ്റ്റേഷനിൽ അടുത്തൂടെയല്ലേ വരുന്നേ? അതെ ആശാനെ. എന്നാ അതിലൊരു ടിക്കറ്റ് വേണം എനിക്ക്. ആശാന ഒന്നല്ല 10 ടിക്കറ്റ് തരും ഈ മണി. നിങ്ങൾ നമ്മുടെ ചങ്കല്ലേ. തൽക്കാലം ഒന്ന് മതി. എടാ, റെയിൽവേ സ്റ്റേഷനിൽ അടുത്തുള്ള കമ്പനി റോഡില്ലേ, അവിടെ ഉണ്ടാവും. ശരി ആശാനെ, ഏറ്റു. എടോ, നമുക്ക് ഭാഗ്യമുണ്ടോ? എന്റെ ഒരു പരിചയക്കാരന് ട്രാവലിംഗ് കമ്പനിയാ. നാഗർകോവിലേക്കുള്ള പ്രൈവറ്റ് ബസ് ടൗൺ വിട്ടിട്ടില്ല. നമുക്ക് അതിലൊരു സീറ്റ് ഉറപ്പാ. എന്താ ശാരദാമ്മേ, ശാലിനി പരീക്ഷ എഴുതാൻ പോയതിന്റെ ടെൻഷനിലാണോ? ഹേയ്, ഞാന് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു ശാന്തേ. ഷാരിയുടെ കല്യാണം ഇനി അടുത്തു. രാജീവ് സാറിന്റെ വീട്ടുകാർ താല്പര്യം പറഞ്ഞിട്ടാ പോയത്. നിശ്ചയം കല്യാണമൊക്കെ ഉടനെ നടക്കും. ആഹാ, അത് നല്ല കാര്യമല്ലേ? നല്ല കാര്യമൊക്കെ തന്നെ. പക്ഷെ കല്യാണം എന്നൊക്കെ പറയുമ്പോ പല വഴി ചെലവല്ലേ ശാന്തേ. എന്റെ കയ്യിലാണെങ്കിൽ 10ന്റെ പൈസയും ഇല്ല. ഇനിയിപ്പോ എന്താ ശാരദാമ്മ ചെയ്യാ? ശാരിക ജനിക്കുന്ന സമയത്ത് ഗോപാലേട്ടൻ ശാരിയുടെ കല്യാണ ചെലവിനെന്ന് പറഞ്ഞിട്ടേ സഹകരണ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിരുന്നു. ആദ്യമൊക്കെ അതിൽ കുറച്ച് പൈസ ഇട്ടിരുന്നു.
17 വർഷം മുമ്പത്തെ കാര്യമാ. അതിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാൻ കുറുപ്പ് സാറിനോട് പറഞ്ഞിരുന്നു. സാറ് വരാൻ കാത്തിരിക്കുക ഞാൻ. ആ പറഞ്ഞ പോലെ കുറുപ്പ് സാറാണല്ലോ ബാങ്ക് പ്രസിഡന്റ്. അതെ. ആ ദാ ശാരി വന്നല്ലോ. അല്ല, കടയിൽ ക്യാഷിലാരാ? ഞാനുണ്ട് ശാരദാമ്മേ. തേയില തീർന്നു, ഞാൻ തേയില എടുക്കാൻ വന്നതാ. ആ, അടുക്കള അലമാരയുടെ താഴത്ത് തട്ടിലിരിപ്പുണ്ട്. 1/2 കിലോ പാക്കറ്റ് എടുത്താ മതിയേ. ആ ശരി. ആ അമ്മേ, ആ തയ്യൽ ക്ലാസ്സിലെ ടീച്ചർ ഒരു കാര്യം പറയാൻ പറഞ്ഞു, അമ്മയോട് പറയാൻ. അവിടെ ആ മുഹമ്മദ് ഹാജിയുടെ ഫാക്ടറിയിൽ 100-200 തൊഴിലാളികൾ പണിയെടുക്കുന്നില്ലേ? ആ. അവിടുത്തെ ക്യാൻറ്റീന്റെ കോൺട്രാക്ട് കൊടുത്തിരുന്നത് ഒരു തമിഴ്നാട്ടുകാരനാ. ഹാജിക്ക് എന്തോ തൃപ്തിയില്ലായ്മ തോന്നിട്ട് അയാളുടെ കോൺട്രാക്ട് അവസാനിപ്പിച്ചു. അവിടുത്തെ കോൺട്രാക്ട് നമ്മൾ ഇങ്ങനെ എടുത്ത ദിവസം 10-30,000 രൂപയുടെ കച്ചവടം നടക്കുമത്രേ. അഡ്വാൻസ് ആയിട്ട് ഹാജിയുടെ കയ്യിൽ നിന്ന് നല്ലൊരു തുക വാങ്ങുകയും ചെയ്യാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് പരിചയമുള്ള ആളല്ലേ ഈ മുഹമ്മദ് ഹാജി. വലിയ മനസ്സുള്ള മനുഷ്യനാ. ഒന്ന് പോയി കാണാൻ പറഞ്ഞു ടീച്ചർ. അതെ, ഹാജിയാര് തങ്കപ്പെട്ട മനുഷ്യനാ. ശാരദാമ്മ ചെന്ന് നേരിൽ കണ്ടാൽ കാര്യം നടക്കും. പോയി കാണാം. സ്ഥിരമായൊരു കച്ചവടം കിട്ടിയ അതിൽ കൂടുതൽ ഭാഗ്യം വേറെ ഇല്ലല്ലോ. 2-3 പേരെ അധികം ജോലിക്ക് വെക്കണമെന്നല്ലേ ഉള്ളൂ. അതെ അതെ. അപ്പോ കല്യാണമൊക്കെ ആയി അല്ലേ? രാജീവ് നല്ല പയ്യനാ. കോളേജിലും നാട്ടിലും ഒക്കെ അയാളെ കുറിച്ച് നല്ല അഭിപ്രായമേ ഉള്ളൂ. നല്ല ബന്ധം. കുറുപ്പ് സാർ ഇരിക്കെ. മോളെ ചായ എടുക്ക. ശാരദാമ്മേ, അക്കൗണ്ടിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കി. നിങ്ങൾ ഇട്ട കാശ് അവിടെ തന്നെ ഭദ്രമായിട്ടുണ്ട്. എത്രയുണ്ട് സാറേ? 90,000-അടുത്തുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 88,517 രൂപ 85 പൈസ. അത്രയെങ്കിൽ അത്ര. സദ്യവട്ടത്തിന് അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കാനെങ്കിലും പറ്റുമല്ലോ. സത്യം. പക്ഷേ അതെടുക്കാനൊരു കുഴപ്പമുണ്ട് ശാരദാമ്മേ. അതാണ് അതിന്റെ പ്രശ്നം. എന്ത് കുഴപ്പം? നിങ്ങൾ അന്നത് തുടങ്ങിയത് ജോയിന്റ് അക്കൗണ്ടായിട്ടാ, ഗോപാലകൃഷ്ണന്റെയും ശാരദാമ്മയുടെയും പേരിൽ. എന്നുവെച്ചാ അക്കൗണ്ടിൽ നിന്ന് പണം എടുക്കണമെങ്കിൽ 2 പേരുടെയും സമ്മതം വേണം. ശാരദാമ്മയ്ക്ക് ആ പണം എടുക്കണമെന്നുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ കൂടി സമ്മതം രേഖപ്പെടുത്തി ഒപ്പിട്ട് തരണമെന്ന് ചുരുക്കം. അയ്യോ, അങ്ങനെയാണോ? അതെ. ഞാൻ ഗോപാലകൃഷ്ണനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ ശാരദാമ്മേ. അയാൾ ഒരു സമ്മതം മൂളിയാൽ ശാരദാമ്മയ്ക്ക് ആ പണം ഉപകരിക്കുമല്ലോ. സാറ് വിളിച്ചോ? പക്ഷെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അങ്ങേര് സമ്മതിക്കുമെന്ന്. എന്നങ്ങ് തീർത്തു പറയണ്ട. സ്വന്തം മകളുടെ കാര്യമല്ലേ. നമുക്കിപ്പോ എന്താ, പോയാലൊരു വാക്ക്, അത്രയല്ലേ ഉള്ളൂ. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. ആ, മോളകത്തേക്ക് ചെന്നു. ഹലോ. ഹലോ, നമസ്കാരം ഗോപാലകൃഷ്ണൻ. ഞാൻ കുറുപ്പ് ഭാഷ. അമ്പല കമ്മിറ്റിയില് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ആ പറഞ്ഞോ സാറേ, എന്തുണ്ട് വിശേഷങ്ങള്? അതെ ഗോപാലകൃഷ്ണ, ഞാൻ സഹകരണ ബാങ്കിലെ പ്രസിഡന്റ് കൂടിയാണെന്ന് അറിയാലോ. ഇടയ്ക്ക് ശ്രദ്ധയിൽപ്പെട്ട ബാങ്കിലെ ഒരു പഴയ അക്കൗണ്ടിന്റെ കാര്യം ഒന്ന് ഓർമ്മിപ്പിക്കാനാ ഇപ്പൊ ഞാൻ വിളിച്ചത്. അതെ, കുടുംബശ്രീ ശാരദാമ്മയെ നിങ്ങളും കൂടി എടുത്ത ഒരു ജോയിന്റ് അക്കൗണ്ട് ഇല്ലേ? ഇവിടത്തെ ഒരു പഴയ മാനേജർ പറഞ്ഞത് നിങ്ങളുടെ മൂത്ത മകൾ ശാരികയുടെ ജനന സമയത്ത് ആ കുഞ്ഞിനെ മുന്നിൽ കണ്ട് നിങ്ങൾ തുടങ്ങിയ അക്കൗണ്ടാണതെന്നാ. ആ ഓർമ്മയുണ്ട്. പലിശ ഉൾപ്പെടെ അതിപ്പോ ഒരു 10,70,000 മിനിമം കാണുമല്ലോ. ഉണ്ട്. ശാരികയ്ക്ക് ഇപ്പോ ഒരു കല്യാണം അടുത്ത് വന്നിരിക്കല്ലേ. ശാരദാമ്മയ്ക്ക് ആ പണം എടുത്താൽ കൊള്ളാന്നൊരു ആലോചനയുണ്ടെന്ന് എന്നോട് പറഞ്ഞു. ആണോ? എന്നിട്ട് എന്നോട് പറഞ്ഞില്ലല്ലോ. അല്ല, അവളുടെ ജോയിന്റ് ഇപ്പൊ എന്നോടാണോ അതോ? ഗോപാലകൃഷ്ണ, വെറുതെ അനാവശ്യം പറയരുത്. എന്നാ പിന്നെ ആവശ്യം പറഞ്ഞോളെ. ആ കാശ് എടുക്കുന്ന കാര്യം അവൾ ആലോചിക്കേ വേണ്ട. എടുക്കുന്ന കാര്യം നടപടിയാവില്ല. ശാരികയുടെ കല്യാണാവശ്യത്തിന് വേണ്ടിയാണെന്ന് പറഞ്ഞല്ലേ നിങ്ങൾ അന്ന് അക്കൗണ്ട് തുടങ്ങിയത്? അന്നങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ടാവും.
അത് കഴിഞ്ഞ് പാലത്തിനടിയിൽ കൂടി ഒരുപാട് വെള്ളം ഒഴുകിപ്പോയി സാറേ. നിങ്ങൾ ആ പോയിന്റ് പിടിക്കണ്ട ഇനി. അല്ലെങ്കിൽ തന്നെ ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങുമ്പോൾ കല്യാണത്തിനെന്നോ അടിയന്തരത്തിനെന്നോ വേർതിരിവൊന്നുമില്ലല്ലോ. ഞാനത് അടുത്ത വർഷം അറബിക്കടലിൽ മത്സ്യകൃഷി നടത്താൻ വെച്ചിരിക്കുന്ന കാശാ. അതവിടെ പൂത്ത് കിടന്നോട്ടെ, നിങ്ങൾ ബുദ്ധിമുട്ടണ്ട. ഇങ്ങനത്തെ മുട്ടാപ്പോക്ക് പറയാതെ ഗോപാലകൃഷ്ണ. ഇപ്പൊ നിങ്ങൾ ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ ശാരദാമ്മയ്ക്ക് ആ പണം എടുക്കാൻ പറ്റില്ല. ശാരദാമ്മ ഒപ്പിട്ട് തന്നില്ലെങ്കിൽ നിങ്ങൾക്കും അത് എടുക്കാൻ പറ്റില്ല. പിന്നെന്തിനാ ആർക്കും കിട്ടാതെ ആ പണം പാഴാക്കി കളയുന്നത്? പാഴാക്കുന്നെന്ന് ആര് പറഞ്ഞു? ബാങ്കിനൊരു മൂലധനമായിട്ട് കിടക്കട്ടെ എന്ന് വെച്ചിട്ടാ. നിങ്ങളല്ലേ ബാങ്ക് പ്രസിഡന്റ്, കാശ് സ്വരുക്കൂട്ടേണ്ടത് നിങ്ങളുടെ ചുമതല കൂടിയല്ലേ? ഗോപാലകൃഷ്ണ, ബാങ്ക് പ്രസിഡന്റ് ആയിട്ടല്ല, മനുഷ്യത്വത്തിന്റെ പേരിലാ ഞാൻ ഈ സംസാരിക്കുന്നത്. സാറിന്റെ മനുഷ്യത്വത്തിന്റെ അളവ് ഇത്തിരി കുറച്ചു വെച്ചോ. ജനിപ്പിച്ച അച്ഛനില്ലാത്ത ഉൾക്കണ്ടെന്നും പഠിപ്പിച്ച മാഷിനെ വേണമെന്നില്ല. അക്ഷരം പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകനായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നിങ്ങൾ ഫോൺ വയ്ക്കാൻ നോക്ക്. ഗോപാലകൃഷ്ണ പ്ലീസ്. സാർ അധികം സംസാരിക്കണമെന്നില്ലാന്ന് ഞാൻ പറഞ്ഞു. ജോയിന്റ് അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാൻ ഞാൻ ഒപ്പിട്ട് തരണമെന്നുണ്ടെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. ആ 4 പെണ്ണുങ്ങളിൽ ഒന്ന് വീഴണം. മാവ് വെട്ടി ചിതയൊരുക്കാനോ അടിയന്തരത്തിന് ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാനോ വേണ്ടി ആ പണം പിൻവലിക്കാൻ മാത്രമേ ഞാൻ സമ്മതിക്കൂ. ഇനി ഇതിന്റെ പേരിൽ എന്നെ വിളിക്കരുത്, പറഞ്ഞേക്കാം. അപ്പോ അത് നടക്കില്ല. ഞാൻ പറഞ്ഞതിപ്പോ എങ്ങനെയായി കുറുപ്പ് സാറേ? സമ്മതിക്കുന്നു. നിങ്ങളുടെ ഭർത്താവ് ഒരു മനുഷ്യനല്ല, ഒരു മൃഗമാ. ഒരിക്കലും നന്നാവാത്ത ഒരു വൃത്തികെട്ടവൻ. ശാരദയുടെ തലവരെ ഇങ്ങനെയൊക്കെ തന്നെ സാറേ. അതിൽ പുതിയതായിട്ടൊന്നുമില്ല. നെഞ്ചു വീങ്ങി സങ്കടപ്പെടാം, അതേ നടക്കൂ. അല്ല സാറേ, ചായ കുടിച്ചില്ല? കുടിച്ചാൽ തൊണ്ടേന്ന് ഇറങ്ങില്ല ശാരദാമ്മേ. ഞാൻ പോയിട്ട് പിന്നെ വരാം. സത്യം പറഞ്ഞാൽ നല്ല സങ്കടമുണ്ട് നിങ്ങളുടെ കാര്യം ഓർത്ത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമവും. എന്നാ ഞാൻ ഇറങ്ങാം. ബസ് പോയിട്ടുണ്ടാവില്ലല്ലോ അല്ലേ? ആ ബസ്സിലെ കിളി മണിയില്ലേ, നമ്മുടെ ചങ്ക് ബ്രോയാ. ഇനിയിപ്പോ ഇയാളെ കൂട്ടാതെ ആ ബസ് ഇനി ടൗൺ വിട്ടുപോണ പ്രശ്നമില്ല. അതെ, ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. ആ, അതൊക്കെ അങ്ങനെ അവിടെ ഇരിക്കട്ടെ. ഇയാള് തൽക്കാലം പോയി പരീക്ഷ എഴുതി പാസ്സായിട്ട് വരാൻ നോക്ക്. എന്നിട്ട് വേണം എനിക്ക് അതങ്ങ് ആഘോഷാക്കാൻ. അയ്യോ, അതിനൊക്കെ ഒരുപാട് താമസം വരും. ഈ പോകുന്ന പരീക്ഷ പാസ്സായാൽ തന്നെ ഇന്റർവ്യൂ, ട്രെയിനിങ്, അങ്ങനെ ഒരുപാട് കടമ്പ കഴിഞ്ഞേ പോസ്റ്റിംഗ് കിട്ടും. ഓ, അങ്ങനെയാണോ? ആ, എന്തായാലും സാരമില്ല, കാര്യം നടന്നാ മതി. അല്ല, ഇനിയിപ്പോ എന്നാ മടക്കമൊക്കെ? നാളെ രാവിലെ 10 എക്സാം, ജ്ഞാനവേൽ എഞ്ചിനീയറിംഗ് കോളേജ് വെച്ച്. ഉച്ചയോടെ എക്സാം കഴിയും, അപ്പൊ തന്നെ തിരിച്ചു വരികയും ചെയ്യും ഞാൻ. അല്ല, അപ്പൊ ഇന്ന് രാത്രി താമസോ? അവിടെ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, വൃന്ദ. എന്റെ കോളേജ് മേറ്റ് ആയിരുന്നു. അവളവിടെ സെറ്റിൽ ചെയ്തിരിക്കാം. ഓ, വിളിച്ചാ അവള് വന്ന് പിക്ക് ചെയ്യാന്നാ പറഞ്ഞേ. സാരമില്ല. ബസ് വന്നു. ആശാരേ, മണിയാ മോനെ. ആശാനെ കേറിക്കോ. ഞാൻ വരുന്നില്ലടാ, ടിക്കറ്റ് ഇയാൾക്കാ. അഡ്രസ് പ്രൂഫ് ഒക്കെ ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. എന്നാ കേറിക്കോ.
ഏയ് ഞാൻ വണ്ടിയിൽ വെക്കാം. ആ കയറിയോ. അങ്ങോട്ടിരിക്കാം. വിൻഡോ സീറ്റ് തന്നെ ഒഴിച്ചിട്ടതാ. ആ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോവാലോ. ദേ അവിടെ. എടാ മണിയാ, അതെ എപ്പോഴും ഒരു ഉത്തരവാദിത്തോടെ നിന്റെ കണ്ണിട്ടാവണം. അത് നമ്മുടെ ആളാ. എടാ വലിയ IAS പരീക്ഷ നമ്മൾ കുട്ടിയാ, മനസ്സിലായ? ആശാന്റെ ആളാണെങ്കിൽ പിന്നെ എന്റെ 2 കണ്ണും ഇനി ആ കുട്ടിയുടെ മേലിൽ തന്നെ ആയിരിക്കും. ഏട്ടാശാനെ, ഡോണ്ട് വറി, ബി ഹാപ്പി. അപ്പോ ശുഭയാത്ര. പോയിട്ട് ജയിച്ചിട്ടോ. താങ്ക് യു. പോട്ടെ, സൂക്ഷിച്ചോണേ. പോടാ. ശരി ആശാനെ. നമ്മൾ തമ്മിലൊരു സെറ്റിൽമെന്റ് ബാക്കിയുണ്ട്. നിന്റെ ഭാഗ്യത്തിന് ഞാനൊരല്പം തിരക്കിലായി പോയെന്ന് നീ കരുതിയാ മതി. ഭാഗ്യം ആരുടേതാണെന്ന് സെറ്റിൽമെന്റ് കഴിഞ്ഞാലല്ലേ അറിയാൻ പറ്റും. ഞാനും അല്പം തിരക്കിലായി പോയിന്ന് നീയോ അങ്ങ് കരുതിയേക്കെ. ഇവന്മാർ ഇതിനകത്തുണ്ടോ? ഇതിപ്പോ പോണ വഴിക്ക് എന്നെ സീൻ കോൺട്രയാവുന്ന ലക്ഷണമാണല്ലോ. ഇതിപ്പോ പരീക്ഷയ്ക്ക് പോകുന്നോണ്ട് ശാലിനിയെ വിഷമിപ്പിക്കാതെ വേണം കൈകാര്യം ചെയ്യാൻ. അതിനിപ്പോ തൽക്കാലം കൂടെ യാത്ര ചെയ്താലേ പറ്റൂ. മണി, വണ്ടി എടുക്കാൻ പറ, നമുക്ക് പോയി കളയാം. അപ്പൊ ആശാൻ ഇറങ്ങുന്നില്ലേ? ഇല്ല, ചിലപ്പോ ചെറിയൊരു ജോലി വന്നേക്കും. ഒരു വണ്ടി കച്ചവടത്തിന് പറഞ്ഞു വെച്ചേക്ക. അപ്പൊ ഇതിന്റെ കൂടെ വന്നാ അതങ്ങ് ഒപ്പിക്കാൻ പറ്റും. നീ ഡബിളോട് നമുക്ക് പോവാം. ശരി ആശാനെ. ഓക്കെ, റൈറ്റ്. ഹലോ. അല്ല, ഇയാൾ ഇറങ്ങിയില്ലേ? ഇല്ല, ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആലോചിച്ചേ. നാഗർകോവിൽ വന്നിട്ടേ എനിക്കൊരു ആവശ്യം ഉണ്ടായിരുന്നു. മുമ്പ് ഒരു വണ്ടി കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതിലൊരു വണ്ടി അവിടെ ഉണ്ട്. അതങ്ങ് നോക്കി കളയാന്ന് വെച്ചു. ഇപ്പോഴാണെങ്കി തന്റെ കമ്പനി ഉണ്ടല്ലോ, നമ്മക്ക് എന്തെങ്കിലും മിണ്ടിമാരോട് അങ്ങോട്ട് പോവാം. അല്ല, തനിക്ക് വിരോധമൊന്നുമില്ലല്ലോ? എന്ത് വിരോധ? യു ആർ ഓൾവേസ് വെൽക്കം. എന്നെ സഹായിച്ച ആളല്ലേ. എന്നാ ശരി, ഞാൻ ആ ടിക്കറ്റിന്റെ കാര്യം നോട്ടെ. മണി, എടാ എനിക്കൊരു ടിക്കറ്റ് ഉണ്ടാവില്ലേ? പിന്നെ ഇല്ലാതെ. ആശാന് വേണ്ടി വേണമെങ്കിൽ ഒരു ബസ് തന്നെ ഫ്രീ ആയിട്ട് വിട്ടുതരും ഞങ്ങള്. ഞങ്ങളുടെ മുതലാളി ആശാന് ചങ്സ് അല്ലേ? അല്ലടാ, അപ്പൊ ഇനി ആരും കയറാനൊന്നുമില്ലേ? 2 പേര്. അത് കളിയിക്കാവിള കഴിഞ്ഞ തേങ്ങാപ്പട്ടണത്തുന്നാ. അതുകൊണ്ടിപ്പോ ആശാന് ഇഷ്ടമുള്ള എടുത്തിരുന്നോ? ശരിടാ. അസീസേ, എടാ ഞാനിന്ന് നാഗർകോവിൽ വരുന്നുണ്ട്. അതിന് ആ വണ്ടി ഒന്ന് കാണാമായിരുന്നു. അവിടെ ഉണ്ടല്ലോ അല്ലേ? ശരി ശരി. ഇന്ന് രാത്രി ആയാ മിക്കവാറും നാളെ. സ്ഥലം ഏതാണ് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം. ശരി ശരി, ഓക്കെ.